സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നവോദയ സൈനിക് സ്കൂൾ സെലക്ഷൻ ടെസ്റ്റിൻ്റെ ഒരു പുതിയ ടോപ്പിക്കാണ് എടുക്കുന്നത്. പെരിമീറ്റർ, ഏരിയ ആൻഡ് വോളിയം. ഏരിയ, പെരിമീറ്റർ ആൻഡ് വോളിയം. അപ്പം നമുക്ക് ആദ്യം ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഞാൻ വരച്ചിട്ടുണ്ട്, ഒരു റെക്റ്റാങ്കിൾ. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ഇത്. ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ, ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ. ഈ ഇക്വേഷൻ എല്ലാം ബൈ ഹാർട്ട് ആക്കണം. അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കും ഇക്വേഷൻസ് എല്ലാം ബൈ ഹാർട്ട് ആക്കിയിരിക്കണം. എങ്കിലേ നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ഒക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാവരും അത് ശ്രദ്ധിക്കണം. ബൈ ഹാർട്ട് ആക്കുന്ന കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ബി. ഇവിടെ ഞാൻ എൽ എന്താണെന്ന് എഴുതിയിട്ടുണ്ട്. എൽ ലെങ്ത്, ബി ബ്രെഡ്ത്ത്. അപ്പം ലെങ്തിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പഠിക്കണമെന്നില്ല, എൽ ഇൻറ്റു ബി എന്ന് പഠിച്ചാൽ മതി. ഇനി ഏരിയ ഓഫ് എ സ്ക്വയർ, ഏരിയ ഓഫ് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു സൈഡ് ഇൻറ്റു സൈഡാണിത്. എസ് എന്താണെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്, സൈഡ്. അപ്പോൾ എസ് ഇൻറ്റു എസ്. ഒരു സൈഡിൽ നമുക്ക് എ എന്ന് വേണമെങ്കിലും എടുക്കാം. അങ്ങനെ വന്നു കഴിയുമ്പോൾ എ ഇൻറ്റു എ എന്ന് വരും. എ ഇൻറ്റു എ, അതിന് നമുക്ക് എ സ്ക്വയർ എന്ന് ഷോർട്ടായിട്ട് പറയാം. അപ്പോൾ ഏരിയ ഓഫ് എ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ശരിയാണ്. ഇനി അടുത്ത പെരിമീറ്റർ നോക്കാം. പെരിമീറ്റർ. അപ്പോൾ ഏരിയയും പെരിമീറ്ററും തമ്മിൽ ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ, ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഏരിയ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തുള്ള ഇതിൻ്റെ മുഴുവൻ അളവാണ് ഏരിയ എന്ന് പറയുന്നത്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചുറ്റുമുള്ള ചുറ്റും കാണിച്ചിരിക്കുന്ന അളവാണ് പെരിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ പെരിമീറ്റർ കാണാൻ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എൽ പ്ലസ് ബി. ലെങ്തും ബ്രെഡ്ത്തും കൂടെ കൂട്ടിയിട്ട് അതിനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ കാണാൻ. ഇനി പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ, ഒരു സ്ക്വയറിൻ്റെ പെരിമീറ്റർ എങ്ങനെയാണ് കാണുന്നതെന്ന് നോക്കാം. പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ, സ്ക്വയറിൻ്റെ പെരിമീറ്റർ കാണാൻ 4 വശമല്ലേ സ്ക്വയറിനുള്ളത്. അപ്പോൾ ആ 4 കൊണ്ട് ഒരു സൈഡിനെ ഇൻറ്റു ചെയ്താൽ മതി. 4 ഇൻറ്റു എസ് എന്ന് വരും, അതായത് 4 ഇൻറ്റു സൈഡ്. ഇനി നമുക്ക് അടുത്തതായിട്ട് മനസ്സിലാക്കാനുള്ളത് വോളിയം ഓഫ് എ റെക്റ്റാങ്കുലർ ബോക്സ് ആണ്. ഇതാണ് റെക്റ്റാങ്കുലർ ബോക്സ്. ഈ റെക്റ്റാങ്കുലർ ബോക്സിൻ്റെ വോളിയം എങ്ങനെയാണ് കാണുന്നതെന്ന് നോക്കാം. വോളിയം എന്ന് പറഞ്ഞാൽ 3 അളവാണ് വരുന്നത്. വോളിയം ഓഫ് എ റെക്റ്റാങ്കുലർ ബോക്സ് ഓഫ്, അല്ലെങ്കിൽ ക്യൂബ് എന്ന് പറഞ്ഞാലും മതി. വോളിയം ഓഫ് എ റെക്റ്റാങ്കിളിൻ്റെ ബേസിലുള്ള ഒരു ബോക്സ് ആണ് കേട്ടോ. ഇത് ക്യൂബാണ്. വോളിയം ഓഫ് എ റെക്റ്റാങ്കുലർ, അതായത് റെക്റ്റാങ്കുലറിൻ്റെ ആകൃതിയിലുള്ള ഒരു ബോക്സ്, റെക്റ്റാങ്കുലർ ബോക്സ്. വോളിയം ഓഫ് എ റെക്റ്റാങ്കുലർ വോളിയം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഉയരവും കൂടെ വരും. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത്. ഹൈറ്റ് ഞാൻ ഇവിടെ എന്താണെന്ന് എഴുതിയിട്ടുണ്ട്, എച്ച് ഹൈറ്റിനെ സൂചിപ്പിക്കുന്നത്. LBH എന്ന് പറഞ്ഞാലും മതി. അത് വോളിയം ഓഫ് എ റെക്റ്റാങ്കുലർ ബോക്സ് ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഇനി വോളിയം ഓഫ് എ ക്യൂബ് എന്താണെന്ന് നോക്കാം. വോളിയം ഓഫ് എ ക്യൂബ്, വോളിയം ഓഫ് എ ക്യൂബ്, ഒരു ക്യൂബിൻ്റെ വോളിയം ഈസ് ഈക്വൽ ടു സൈഡ് ഇൻറ്റു സൈഡാണ്. സൈഡ് ഇൻറ്റു സൈഡ്. ഇപ്പോൾ ഒരു സൈഡിൽ നമുക്ക് എ എന്ന് എടുത്താൽ എ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എ ക്യൂബ് എന്ന് പറഞ്ഞാലും അത് വോളിയമാണ്, എ ക്യൂബ്, അല്ലെങ്കിൽ സൈഡ് ഇൻറ്റു സൈഡ്. ഇനി നമുക്ക് ഒരു സർക്കിൾ നോക്കാം. അപ്പോൾ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് സർക്കിളിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്കുള്ള വരയ്ക്കുന്ന ഒരു ലൈനിന് പറയുന്ന പേര് റേഡിയസ് എന്നാണ്. നമ്മുടെ സൂചിപ്പിച്ചിട്ടുണ്ട് റേഡിയസ്. അപ്പോൾ റേഡിയസ് വെച്ചാണ് സർക്കിളിൻ്റെ സർക്കംഫറൻസ് കാണുന്നത്. സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ, സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ഈസ് ഈക്വൽ ടു സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ഈസ് ഈക്വൽ ടു, അപ്പോൾ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ അതിൻ്റെ ഈ ആർ ഈസ് ദ റേഡിയസ്. റേഡിയസിനെ സൂചിപ്പിക്കാൻ ഇവിടെ ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് റേഡിയസിനെ സൂചിപ്പിക്കാൻ റേഡിയസ് ഈസ് ഈക്വൽ ടു ആർ എങ്കിൽ സർക്കംഫറൻസ് കാണാൻ 2πr ആണ് സർക്കംഫറൻസ് കാണാൻ. ഈ പൈ എന്നുള്ള സിമ്പിൾ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവില്ല. പൈ
നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്, ഞാൻ വായിക്കേണ്ടത് പൈ എന്നാണ്, ഇതൊരു നമ്പറായിട്ട് കണക്കാക്കുന്നതാണ്. പൈയുടെ വാല്യൂ 3.14 ആണ് പൈയുടെ വാല്യൂ വരുന്നത്. ഇനി ഏരിയ ഓഫ് എ സർക്കിൾ ഈസ് ഈക്വൽ ടു, ഇത് നിങ്ങൾക്ക് വരത്തില്ല എങ്കിലും ബുക്കിലുള്ളത് കൊണ്ട് ഞാനിത് പറഞ്ഞു തരുന്നതേ ഉള്ളൂ, പരീക്ഷയ്ക്ക് എൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ ഇല്ല. ഏരിയ ഓഫ് എ സർക്കിൾ ഈസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ, പൈ ഇൻറ്റു ആർ സ്ക്വയർ. ഇതാണ് ഏരിയ ഓഫ് എ സർക്കിൾ. അപ്പം ഈ ഇക്വേഷൻസ് വീണ്ടും പഠിച്ച് ബൈഹാർട്ടാക്കുക. ഇത് 4 സൈഡ് ഓരോന്നും നോക്കി മനസ്സിലാക്കുക. അതിന് ശേഷം വേണം നമുക്ക് ഈ ചാപ്റ്ററിലെ പ്രോബ്ലംസ് എല്ലാം ചെയ്യാൻ. ഇതെല്ലാം ബുക്കിലേക്ക് എഴുതി വയ്ക്കുക, പഠിക്കുക. ഇനി മറ്റൊരു ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം നമുക്ക് കാണാം.